ബംഗ്ലാദേശിലെ ഹിന്ദു ഗ്രാമത്തിൽ നിന്നടക്കം 342 ഹിന്ദു പെൺകുട്ടികളെ കാണാതായി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ യുനെസ് ഭരണകൂടമാകട്ടെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളും ന്യൂനപക്ഷ സംരക്ഷണ സംഘടനകളടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ സ്ഥിരീകരണം നടത്തിയതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നും ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. വളരെ ഭയം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവിടെ ജീവിക്കാൻ പോലും തങ്ങൾക്ക് പേടിയാകുന്നുവെന്നും അതിർത്തികൾ തുറന്നു നൽകണമെന്ന അപേക്ഷ ഇന്ത്യക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം രംഗത്ത് വന്നതടക്കം വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. എന്നാൽ ഈ വിഷയത്തോട് ഇതുവരെയും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആയതിനാൽ തന്നെ ജനം ജാഗ്രതയോടെയാണ് അവിടെ മുന്നോട്ട് നീങ്ങുന്നത്. 342 ഹിന്ദു പെൺകുട്ടികളെ ബംഗ്ലാദേശിൽ കാണാനില്ല എന്നത് റിപ്പോർട്ടുകൾ വലിയ ഞെട്ടലാണ് ഉളവാക്കുന്നത്. ഇതേക്കുറിച്ച് ബംഗ്ലാദേശ് സർക്കാർ അവിടെ മൗനം പാലിക്കുകയാണെങ്കിൽ പോലും ഈ സംഘടനകൾ അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. കാണാതായവരിൽ പലരും കൗമാരക്കാരാണ് എന്നതാണ്, അല്ലെങ്കിൽ കൗമാരക്കാരായ പെൺകുട്ടികളാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിനു മുൻപും ഒരു ഹിന്ദു ഗ്രാമത്തിൽ നിന്നുകൊണ്ട് 45 പെൺകുട്ടികളെ ബലം പ്രയോഗിച്ച് തന്നെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. നിരന്തരമായി തന്നെ അവിടെ ഹിന്ദു പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നതായും നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ചില പെൺകുട്ടികളെ വയസ്സായവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതായും ഇവിടെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചിലരെ ബലാത്സംഗത്തിന് വിധേയരാക്കുന്നുമുണ്ട്. ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസ് പ്രത്യേക ഉത്തരവിലൂടെ തന്നെ നിരവധി ജയിലുകൾ തുറന്നുവിട്ടതായാണ് മറ്റ് റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത്. ഇതിൽ നിന്നും മറ്റ് തീവ്ര ഇസ്ലാമിസ്റ്റുകളടക്കം തുറന്നുവിടുകയും ഇവർ നഗരത്തിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് നേരെ വലിയ രീതിയിൽ അതിക്രമം നടത്തുന്നതായിട്ടുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതായും ഈ സംഘടനകൾ ഇവിടെ ആരോപിക്കുന്നുണ്ട്. അതേപോലെ 2009 57 പട്ടാളക്കാരെ അവിടെ വധിച്ച 3000-ഓളം തീവ്രവാദികളാണ് മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരു കൂട്ടരെന്നതാണ് മറ്റൊരു കാര്യം. അൻസറുള്ള ബംഗ്ലാ ടീമിന്റെ നേതാവ് ജെയ്ഷുമുദ്ദീൻ റഹ്മാനെ ഉൾപ്പെടെ തന്നെ മറ്റ് തീവ്ര ഇസ്ലാമിസ്റ്റുകളായ 400 പേരെ കൂടെ തുറന്നു വിട്ടതായിട്ടും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ജീവപര്യന്തവും അനുഭവിക്കുന്നവരാണിവർ. മുഹമ്മദ് യൂനസുമായി അടുപ്പം പുലർത്തുന്ന മറ്റ് വ്യക്തികളെല്ലാം തന്നെ ഈ സംഘടനയുടെ നേതാക്കളാണ് എന്നും ഈ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചു വരുന്നതായും തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സൈനിക നീതി തകിടം മറിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന മുഹമ്മദ് യൂനസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ട് അമ്പരക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ സൈനിക മേധാവി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം. ആകെ 1.8 കോടി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ഉണ്ടെങ്കിൽ പോലും ഇവർ രാജ്യത്ത് ചിതറിക്കിടക്കുകയാണ്. ഇവർക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ ഇംഗ്ലാം മഞ്ചിന്റെയും ഒക്കെ തന്നെ പ്രവർത്തകർ ശക്തമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ചിലരുടെ വീടുകൾ അവർ കത്തിക്കുന്നു. 4-5 ഹിന്ദു യുവാക്കളെ അടിച്ച് അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വധിച്ച സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും കുറേയായി തന്നെ അവാമി ലീഗ് പ്രവർത്തകർ തെരുവിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഇവർ അതിനോടായി തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവാമി ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി യുനെസ് ഭരണകൂടം ചെയ്യുന്ന ചില ചെപ്പടി വിദ്യകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.